കഴിഞ്ഞ ദിവസം ലണ്ടനിൽ വെച്ച് ആരിഫ് ഹുസൈനെ തർക്കമുന്നയിച്ച് കുറച്ചുപേർ ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിന് മറുപടി പറയാനാവാതെ മടങ്ങിപ്പോയപ്പോൾ ആരിഫ് ഹുസൈൻ്റെ തോൽവിയെ എല്ലാവരും ആഘോഷിച്ചിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തെ, ലക്ഷ്യത്തെ എല്ലാവരും വിമർശിച്ചിരുന്നു. പക്ഷേ അതിൽ സ്വയം വിമർശനത്തിനുള്ള ഒരു ഘടകം കൂടിയുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്. ആ സ്വയം വിമർശനത്തിൻ്റെ ഘടകം എന്താണെന്നറിയോ? അതിൽ ഒന്നാമത്തെ കാര്യം, അവിടെ തർക്കമുന്നയിച്ച ആളിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചോദിക്കുന്നത് ഖുർആൻ ആയത്താണ്. എവിടെയാണ് വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു വചനം? കാരണം വിശുദ്ധ ഖുർആനിൽ നേർക്ക് നേരെ ഒരു കാരണവശാലും മകളെ വിവാഹം കഴിക്കാൻ പാടില്ല, പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ആ വസ്തുതയെക്കുറിച്ചാണ് അവിടെ ചോദ്യം ഉന്നയിച്ചത്. ആ ചോദ്യം ഉന്നയിച്ചാൽ ഈ ആരിഫ് ഹുസൈൻ തെരുവത്തിൽ നിന്നല്ല ഒരാൾക്ക് പോലും അതിനെ തർക്കിക്കാനാവില്ല. എന്നാൽ പിന്നീട് ഇമാമുമാർ 4 പേരെ പിൻപറ്റണം എന്ന് പറയുന്ന ഒരു രീതി തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്തതിൽ 3 പേർ ആ ഖുർആൻ്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുകയും എന്നാൽ 4ാമത്തെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യത്തിൽ മകളുടെ വിഷയത്തിൽ ജാരസന്തതിയാണെങ്കിൽ എന്ന് വെച്ചാൽ അല്ലാതെ ജനിച്ച കുട്ടിയാണെങ്കിൽ പോലും എന്ന തരത്തിലൊരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു എക്സ്ട്രീം വെച്ച് നടത്തിയ ഒരു പരാമർശമാണ് ഇതിൽ ഈ വലിയ തർക്കമായി ഉന്നയിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഒട്ടുമിക്ക തർക്കങ്ങൾക്കും ആധാരം ഈ ഖുർആനും അതുപോലെ തന്നെ വ്യക്തമായി ആ ഖുർആൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഹദീസുകളുമല്ലാത്ത ഒരുപാട് ഗ്രന്ഥങ്ങളാണ് എന്ന് പറയേണ്ടി വരും, ഒരുപാട് നിലപാടുകളാണ് എന്ന് പറയേണ്ടി വരും. അവിടെ നേർക്ക് നേരെ ഖുർആനിലേക്ക് മടങ്ങുകയും ഈ പറയുന്ന അറഫ മൈതാനത്തെ അവസാനത്തെ പ്രസംഗത്തിൽ ഞാനിതാ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ പോയിന്റിൽ, ആ ക്ലോസിൽ ദീൻ പൂർത്തിയായ നിലയിൽ വിശ്വസിച്ചാൽ, അതിനാധാരമായ അതിന് മുന്നോട്ടുള്ള രേഖകളിൽ പരിശോധിച്ചു പോയാൽ ഒരു അവ്യക്തതയും ഒരു കൃത്യത കുറവും ഒരു സംശയവും ഒന്നും ഉണ്ടാകാത്ത വിധം വളരെ വ്യക്തമാണ്. പിന്നീടാണ് ഇതിനെ ചൊല്ലി ഈ പറയുന്ന വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ, വ്യത്യസ്തമായ ഇമാമുകളുടെ പുസ്തകങ്ങൾ, അവരുടെ ശൈലികൾ, അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ കയറി അഭിപ്രായം പറയുമ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ആരാന്നറിയാവോടാ, അല്ലെങ്കിൽ അല്ലാത്ത ഒരാൾ ആരാന്നറിയാവോടാ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായ ബഹളം വരും. പക്ഷേ അവരിതെല്ലാം എഴുതിയതിന് ശേഷം പറഞ്ഞൊരു കാര്യം, ഈ ഞങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ഞങ്ങളുടെ ചിന്തകളിൽ, ഞങ്ങളുടെ വീക്ഷണങ്ങളിൽ, ഞങ്ങളുടെ വിശകലനങ്ങളിൽ തോന്നിയ വിഷയങ്ങളാണ്. എന്നാൽ ഇതിനേക്കാൾ പ്രബലമായ എന്തെങ്കിലും ഖുർആനിലോ ഹദീസിലോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇത് തള്ളിക്കളയേ തന്നെ വേണം എന്ന ഉറച്ച നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും ഇത് പറഞ്ഞ് തർക്കമുന്നയിച്ച് ഇത്തരം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നിടത്താണ് ഈ പ്രതിരോധം ദുർബലമാവുന്നത്. യഥാർത്ഥത്തിൽ ആയത്ത് തപ്പുക എന്ന് പറഞ്ഞ് അവിടെ ഹുസൈൻ തപ്പി തേടിയത് ഈ പറയുന്ന ഈ ഷാഫി ഇമാമിൻ്റെ ഗ്രന്ഥത്തിലെ ഒരു എക്സംഷൻ്റെ പരാമർശമാണ്. അവിടെ ബാക്കിയുള്ള 4 പേരിൽ 3 പേർക്കും ഉറച്ച ഖണ്ഡിതമായ അഭിപ്രായമാണ്. 4ാമത്തെ ആളിന് മാത്രമാണ് ഇതിലൊരു വ്യതിചലനമുള്ളത്. അങ്ങനെ ഒരു വൈരുദ്ധ്യം പോലും ഖുർആനും ഇസ്ലാമും ഒന്നും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതേ അല്ല. ഒന്നിൽ പാലും ഒന്നിൽ വിഷവുമാകാൻ എങ്ങനെ പറ്റും? ആ വൈരുദ്ധ്യം സാധ്യമേ അല്ല. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന് പുറത്തുള്ള, പ്രത്യേകിച്ച് കേരളത്തിനൊക്കെ പുറത്തുള്ള ആളുകൾക്ക് ഈ മതത്തിൻ്റെ വിഷയത്തിൽ എടുക്കുന്നത് പോലെ ഒരു കൃത്യതയുള്ള നിലപാട്, ഇപ്പോൾ ഇതേ നിലപാട് കേരളത്തിലൊരു മലയാളിയാണ് എടുത്തിരുന്നതെങ്കിൽ ഇപ്പം തർക്കം തുടങ്ങും. ഇതിൽ ആ ഗ്രന്ഥം അങ്ങനെ പറയാമോ? ഈ വിഷയത്തിലേക്കല്ല പോകുന്നത്. അപ്പോഴത്തേക്ക് എന്ത് പറയും? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ധിക്കരിച്ചു, അദ്ദേഹത്തെ കളവാക്കി, അദ്ദേഹത്തെ തരം താഴ്ത്തി, അദ്ദേഹത്തെ മോശപ്പെടുത്തി എന്നൊക്കെ പറയും. പക്ഷേ വിശുദ്ധ ഖുർആനിലെ കൃത്യമായ ആയത്ത് നേർക്ക് നേരെ അർത്ഥം വെച്ചാൽ അതിൽ യാതൊരു സംശയവുമില്ല, ഈ പറഞ്ഞ വിവാഹം കഴിക്കുന്ന ഭാര്യയിൽ ഉണ്ടാകുന്ന മകൾ എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുണ്ടായിട്ടുള്ളതോ എന്നൊക്കെ ചോദിച്ച് അതിൻ്റെ സൂക്ഷ്മതയുടെ തലം, ഈ തലനാരിഴ കീറി പരിശോധിച്ച് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് തൊടുത്തു വെക്കുന്നിടത്താണ് ഈ പറയുന്ന വിഷയം ഉത്ഭവിക്കുന്നത്. അല്ലാതെ നേർക്ക് നേരെ ഈ പറയുന്ന ഖുർആനായത്തെടുക്കൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു ആയത്ത് ഇനി ആരിഫ് എന്താ പറയുന്നത്, ഇൻ്റർനെറ്റ് അല്ല സൂപ്പർ ഇൻ്റർനെറ്റ് കൊണ്ടുവന്നാലും ചാറ്റ് GPT ചോദിച്ചാലും ഒന്നും കണ്ടെത്തുക സാധ്യമേ അല്ല. അതൊരു മാത്രവുമല്ല, അത്
ഈ സാമൂഹ്യനീതിക്കും അതുപോലെ തന്നെ ഒരു ശുദ്ധ പ്രകൃതിയുടെ നിയമങ്ങൾക്കുമൊക്കെ എത്രയോ അസഹ്യമായ വാദമാണത്. എത്രയോ അസഹ്യമായ വാദമാണ് അത്. ആര് പറഞ്ഞാലും ആ ഖുർആൻ്റെ നേർക്ക് നേരെയുള്ള വചനത്തിൻ്റെ അതിൻ്റെ പവിത്രതയും അതിൻ്റെ ശുദ്ധിയും നഷ്ടപ്പെടുത്തുന്നതാണ് ഈ മകളെ വേറെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടെത്തിക്കുന്ന പിൽക്കാലത്ത് ഒരുപാട് സംഗതികൾ. അത് പറയുമ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളിലും ഇത്തരം വൈരുദ്ധ്യങ്ങൾ ഒത്തിരിയുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച് ഇതിനെ ന്യായീകരിക്കാനാവാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട് പലതും. പിൽക്കാലത്ത് ഇത്തരം പുസ്തകങ്ങൾ എടുത്തു വെച്ചാണ് ഇതിനെ പ്രതിനിധി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദേശികളൊക്കെ ചെയ്യുന്നത് പോലെ നേർക്ക് നേരെ ഒരു മുസ്ലിമായ ആൾ ഖുർആനിലേക്കും വ്യക്തമായി ബോധ്യമുള്ള ആ ഖുർആൻ്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഹദീസിലേക്കും മടങ്ങുക എന്നത് മാത്രമാണ് ഏറ്റവും നല്ല. അത്രയും കാര്യം മതി ഒരു വിശ്വാസിക്ക്. അതിൻ്റെ അപ്പുറത്ത് ഈ തലനാഴിഴ കീറിയുള്ള പരിശോധനയും സംഗതികളുമൊക്കെ അത് വേറൊരു സംഘം നടത്തിക്കോട്ടെ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രം മതിയാവുന്നതാണ്. പിന്നെ ഇതിൽ പ്രഭാഷണം നടത്താൻ നടക്കുന്ന ഈ സൂക്ഷ്മതയുള്ള ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാരും ഈ സമൂഹത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധ ഖുർആനെ അപ്പുറത്തേക്ക് വലിയ പ്രാധാന്യം നൽകി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് പലയിടത്തും കൊണ്ടുവന്ന് ആക്ഷേപിക്കാൻ ഇടം നൽകുന്ന നിങ്ങൾ കൂടി ഉത്തരവാദിയാണ് ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ളവർ നടന്ന് ഒരു മതത്തെ പരിഹസിക്കുന്നതിന് കാരണം എന്നുള്ള കാര്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും.